മഹേഷ് നാരായണൻ സംവിധാനം ചെയ്ത് മലയാളത്തിന് ഇവരായിരിക്കുന്ന വലിയൊരു ബിഗ് ബഡ്ജറ്റ് മൂവിയാണ് പാട്രിയോട്ട്. സിനിമയുടെ ടീസർ കഴിഞ്ഞ ദിവസം ഇതിന്റെ ടീം പുറത്തുവിട്ടിരുന്നു. സിനിമയുടെ ടീസറിന് അത്ര വലിയ റെസ്പോൺസ് ഒന്നും കിട്ടിയിരുന്നില്ല. അതിന് പ്രധാന കാരണം എന്ന് പറഞ്ഞത് ഇതൊരു മഹേഷ് നാരായണൻ മൂവിയാണ്. പുള്ളിയുടെ മുമ്പത്തെ സിനിമകൾ കാണുന്നവർക്ക് മനസ്സിലാവും സ്ലോ പേസിലുള്ള സ്റ്റോറി ടെല്ലിംഗ് ആണ് മഹേഷ് നാരായണൻ സിനിമകൾക്കെല്ലാം ഉള്ളത്. മാലിക്കും ടേക്ക് ഓഫ് കണ്ടവർക്ക് അറിയാം അത് കുറച്ച് റിയൽ ഇൻസിഡന്റ് ബേസ് ചെയ്ത് വന്ന സിനിമകളാണ്. പിന്നെ മമ്മൂട്ടി മോഹൻലാലും വീണ്ടും ഒന്നിക്കുന്ന ഒരു പ്രത്യേകത ഈ സിനിമയ്ക്കുണ്ട്. അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ടായിട്ടും ഈ സിനിമയ്ക്ക് വേണ്ട രീതിയിൽ ഹൈപ്പില്ല. അതിന് പ്രധാന കാരണം എന്ന് പറഞ്ഞത് ഈ സിനിമയ്ക്ക് ഒന്നൊരു ലാഗാണ്. ഒരുപാട് ലാഗ് ഈ സിനിമയുടെ ഷൂട്ടിങ്ങിനിടയ്ക്ക് ഉണ്ടായിരുന്നു. മമ്മൂട്ടിയുടെ ഹെൽത്ത് പ്രോബ്ലം ആണ് പ്രധാന കാരണം എന്ന് പറയുന്നത്. മമ്മൂട്ടിയുടെ കുറച്ച് സീക്വൻസ് മാത്രമേ ഇനി ഷൂട്ട് ചെയ്യാനായിട്ടുള്ളത്. ഇതെല്ലാം കൊണ്ടാണ് ഈ സിനിമയ്ക്ക് ഇത്ര ലാഗ് വന്നത്. അല്ലെങ്കിൽ ഈ വർഷം പാതിയോടെ തന്നെ സിനിമ തിയേറ്ററിൽ എത്തേണ്ടതാണ്. പിന്നെ സിനിമയുടെ ക്രൂ എടുത്തു പറയേണ്ടതാണ്. സുഷിനാണ് ഈ സിനിമയ്ക്ക് മ്യൂസിക് ചെയ്തേക്കുന്നത്. പിന്നെ സിനിമ ടെക്നിക്കലി ടോപ്പ് നോച്ച് ആയിരിക്കും. പടത്തിന്റെ ടീസർ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്. പിന്നെ ഒരുപാട് ഡിഫറെന്റ് ആയിട്ടുള്ള ജോണേഴ്സ് മലയാളത്തിൽ വരുന്നുണ്ട്. ഇപ്പൊ ഇത് സൂപ്പർ ഹീറോ യൂണിവേഴ്സ് വരെ മലയാളത്തിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പീക്ക് ടൈമിലാണ് ഇപ്പൊ മോളിവുഡിൽ നിൽക്കുന്നത്. ഇപ്പോഴാണ് ഒരു സ്പൈ ത്രില്ലറുമായിട്ട് മലയാളത്തിൽ ഏറ്റവും വലിയ സൂപ്പർ സ്റ്റാർസ് തന്നെ വരുന്നത്. ഇന്ത്യയിലെ മറ്റ് ഇൻഡസ്ട്രിയിൽ സംഭവിക്കുന്ന സ്പൈ സിനിമകളുടെ നിലവാരം നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ നമ്മളാണ് ഇന്റർനാഷണൽ ലെവലിൽ ഒരു സ്പൈ സിനിമ ചെയ്യാൻ പോകുന്നത്. ഒരുപാട് ഹോളിവുഡ് സ്പൈ ത്രില്ലർ സിനിമകൾ നമ്മൾ കണ്ടുണ്ട്. സ്റ്റോറിക്ക് പ്രാധാന്യം കൊടുത്ത പടങ്ങളായിരിക്കും അവിടെ വരാറുള്ളത്. മറ്റ് ഇൻഡസ്ട്രിയിൽ സംഭവിക്കുന്ന ഒരു മൾട്ടി സ്റ്റാർ സിനിമ നമുക്ക് എല്ലാവർക്കും അറിയാം. അതേപോലെ ഒരു കൊമേഴ്ഷ്യൽ എലമെന്റ്സ് ഒന്നും ഇല്ലാതെ ആവശ്യമുള്ള സ്ഥലത്ത് മാത്രം കൊമേഴ്ഷ്യൽ എലമെന്റ്സ് എല്ലാം ഇട്ട് നല്ലൊരു കണ്ടന്റ് ഓറിയന്റഡ് ഒരു പടമായിരിക്കും പാട്രിയോട്ട് എന്ന മൂവി. പിന്നെ ഇത്രയും വലിയ മൾട്ടി സ്റ്റാർ കാസ്റ്റ് ഉണ്ടായിട്ടും ഈ സിനിമയ്ക്ക് ഒരു നെഗറ്റീവ് റിപ്പോർട്ട് വന്നാലും ഈ സിനിമ ഒരിക്കലും ബോക്സ് ഓഫീസിൽ ഫെയിൽ ആയിരിക്കത്തില്ല. മമ്മൂട്ടി മോഹൻലാലും വീണ്ടും ഒന്നിക്കുമ്പോഴത്തേക്കും എല്ലാ തരം ഓഡിയൻസും തിയേറ്ററിലോട്ട് വരും. അതുകൊണ്ട് ഒരിക്കലും ഒരു ബോക്സ് ഓഫീസ് ഫെയിൽ ആവത്തില്ല. പടത്തിന് നെഗറ്റീവ് റിപ്പോർട്ട് വന്നാലും. അതിന് ഏറ്റവും വലിയ ഉദാഹരണമായിട്ട് എമ്പുരാൻ ഒരു സൈഡിലുണ്ട്. ആ സിനിമ എങ്ങനെ പോയായിരുന്നാലും അത്ര ഒരു സിനിമ കളക്ഷൻ കിട്ടും. കാരണം അത്രയൊരു പൊട്ടൻഷ്യൽ ആ സിനിമയ്ക്കുണ്ട്. ഇവിടെയും അത് തന്നെ സംഭവിക്കും. മോളിവുഡിന്റെ ഈ ഒരു പീക്ക് ടൈമിൽ അവർ വീണ്ടും ഒന്നിച്ചൊരു വലിയൊരു ബിഗ് ബഡ്ജറ്റ് മലയാള സിനിമ വരുമ്പോഴത്തേക്കും അത് വലിയൊരു സംഭവം തന്നെ ആയിരിക്കും.